വ്യൂവേഴ്സ്, വെൽക്കം ടു മിസ്റ്റർ ഫോറെക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ICT ലേണിംഗ് സീരീസിൻ്റെ മിതിഗേഷൻ ബ്ലോക്ക് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റിജക്ഷൻ ബ്ലോക്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം റിജക്ഷൻ ബ്ലോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ മിതിഗേഷൻ ബ്ലോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്കോ ഓർഡർ ബ്ലോക്കോ ആണെങ്കിലും ഇപ്പോൾ ഏത് കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത് ആ ഒരു കൺസെപ്റ്റിൽ കുറച്ച് ടേംസും കണ്ടീഷനും ഒക്കെ നമ്മൾ പഠിച്ചു നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ഇപ്പം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇംബാലൻസ്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഗ്രാബ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇപ്പം ബ്രേക്കർ ബ്ലോക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതുപോലെ തന്നെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആക്കി വെക്കുക. ആ കാര്യങ്ങളെല്ലാം കൂടി കിട്ടുമ്പോൾ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുക, നല്ല ട്രേഡ്സ് എടുക്കുക, കൺഫർമേഷൻസ് എടുത്തതിന് ശേഷം ട്രേഡിലോട്ട് പോവുക. ഓക്കെ, നല്ല രീതിയിൽ നോക്കുക, എന്നിട്ട് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാവൂ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഇല്ല, അല്ലെങ്കിൽ ഇംബാലൻസ് ഇല്ലാണ്ട് ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഓപ്പോസിറ്റായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ മാർക്കറ്റിന് നമ്മളെ മണി മാർക്കറ്റിന് അങ്ങോട്ട് കൊടുക്കുന്നതാണ് കൈപ്പോവും, നമുക്ക് തിരിച്ച് ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ല, ചിലപ്പോൾ ലക്കിന് കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഒരു അതായത് എല്ലാ കാര്യങ്ങളും നോക്കുക, ടേംസ് ഓരോ കണ്ടീഷൻസും വെച്ച് നോക്കി ട്രേഡിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാർട്ട് പാറ്റേൺസും പ്രൈസ് ആക്ഷനും അതുപോലെ തന്നെ SMC ആണെങ്കിലും ICT ആണെങ്കിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കാണുക, പഠിക്കുക. ഓക്കെ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് റിജക്ഷൻ ബ്ലോക്ക് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ റിജക്ഷൻ ബ്ലോക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ റിജക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് റിജക്റ്റ് ആവുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രൈസിലെത്തി മാർക്കറ്റ് റിജക്ഷനായി മാർക്കറ്റ് ഓപ്പോസിറ്റ് സഞ്ചരിച്ചു പോവുക. അതാണ് റിജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നൊരു കാര്യം. ഇനി റിജക്ഷൻ ബ്ലോക്ക് എന്താണ്? റിജക്ഷൻ ബ്ലോക്ക് നമ്മൾ റിജക്ഷൻ ക്യാൻഡിൽസിനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റിജക്ഷൻ ബ്ലോക്ക് എന്ന് നോക്കാം. റിജക്ഷൻ ബ്ലോക്ക് ആർ എ കൺസെപ്റ്റ് ഇൻ ICT ട്രേഡിംഗ് ദാറ്റ് റെപ്രസെൻറ്റ് long wicks at the top or bottom of a swing, preferably sweeping liquidity with those wicks before a reversal to shift market structure. അതായത് ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ബോഡിയുടെ ഒരു മുകൾ ഭാഗത്ത് ഒരു ചെറിയ വിക്കും, അല്ലെങ്കിൽ താഴ്ഭാഗത്ത് ആ മുകളിലത്തെ ഭാഗത്തിനെ അപേക്ഷിച്ച് ഒരു 2-3 ഇരട്ടി വലിപ്പമുള്ളൊരു വിക്ക്. അത് ഞാൻ വരുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, മുന്നോട്ട് പോകുമ്പം കാണിച്ചു തരാം, ക്ലിയറാക്കി തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിൽ ഒരു മാർക്കറ്റിൽ ഒരു സ്വിങ്ങിൻ്റെയൊക്കെ ഒരു ലിക്വിഡിറ്റി എടുക്കുന്ന ഒരു ക്യാൻഡിലായിരിക്കും. അങ്ങനെ ഒരു ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ റിവേഴ്സലാവുന്നു. എന്ന് വെച്ചാൽ ഇപ്പം അപ്പ് സൈഡിൽ മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡൗൺ സൈഡിൽ മൂവ് ചെയ്ത് വരുന്ന മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് അപ്പ് സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുള്ള കാര്യം ആ ഒരു ക്യാൻഡിൽ, ആ ഒരു റിജക്ഷൻ ക്യാൻഡിലും ആ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിജക്ഷൻ ബ്ലോക്കുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ താഴോട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇമേജസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ റിജക്ഷൻ ബ്ലോക്ക് 2 എണ്ണമാണ്, ബുള്ളിഷും ബിയറിഷും. ഓക്കെ, ബിയറിഷ് റിജക്ഷൻ ബ്ലോക്കും ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മളൊരു റിജക്ഷൻ ബ്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ സാധാരണ ഒരു ക്യാൻഡിലൊക്കെയാണ് ഒരു ബ്ലോക്കായിട്ട് നമ്മൾ വരയ്ക്കാറുള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് ഒരു ബ്ലോക്കായിട്ട് വരച്ചിരിക്കുന്നു. താഴോട്ട് വന്ന മാർക്കറ്റ് ദെൻ സ്ലോലി മിതിഗേറ്റ് ചെയ്ത് ടാപ്പ് ചെയ്ത് താഴോട്ട് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബിയറിഷ് റിജക്ഷൻ ബ്ലോക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് കാണാം. ഈ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ഇങ്ങനെ വന്ന മാർക്കറ്റ് ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്യാൻഡിൻ്റെ വിക്ക് നമ്മൾ ഒരു ബ്ലോക്കായിട്ട് ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ട് കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് സ്ലോലി മിതിഗേറ്റ് ചെയ്ത് താഴോട്ട് വേഗതാണ്. ദെൻ താഴെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഈ മാർക്കറ്റ് ഇവിടെ നമ്മളൊരു വിക്ക്, ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ച് പോകണം നിങ്ങൾ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, ഇവിടെയും നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം ഇവിടെയും ആ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ട് വരച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ദെൻ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോയേക്കുന്നതാണ്. ഇനി എങ്ങനെ ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മളിപ്പം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുവാണെങ്കിൽ ഇവിടെ ഒരു അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന മാർക്കറ്റ്. ഓക്കെ, അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്ത് പോകുന്ന മാർക്കറ്റ്, ഞാൻ ബിയറിഷിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഒരു റേഞ്ചിലെത്തി, ഒരു പ്രൈസ് റേഞ്ചിലെത്തി താഴോട്ട് വന്നു, ഇവിടെ വരെ നിൽക്കട്ടെ. ഓക്കെ,
ഇവിടെ മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് സോണോ ഒരു സപ്ലൈ സോണോ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീക്ക്ലി ഹൈയോ അല്ലെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതെന്തോ ആയിക്കൊള്ളട്ടെ. ഓക്കെ, ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു റിജക്ഷൻ ബ്ലോക്ക് തരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റിജക്ഷൻ ബ്ലോക്ക് തരുന്നു. റിജക്ഷൻ ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കേണ്ട കാര്യം ഒരു സ്ലോലി മിതിഗേറ്റ് ചെയ്യുന്നു, ദെൻ ടാപ്പ് ചെയ്തു. ഈ ഒരു ഇമേജാണ് നമ്മളവിടെ കണ്ടിരിക്കുന്നത് ബിയറിഷിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിരിക്കണം. ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരണം. ഓക്കെ, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരണം. അതായത് ഇവിടെ ഒരു MSS മാർക്കറ്റ് തരണം. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതിന് ശേഷം ഇവിടെ നമുക്ക് എങ്ങനെ റിജക്ഷൻ ബ്ലോക്കിലോട്ട് നമ്മൾ എത്തുന്നു എന്ന് വെച്ചാൽ ഇവിടെ കിട്ടേണ്ട ഈ ഒരു റേഞ്ചിൽ ഈ ഒരു സ്വിങ്ങിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു ക്യാൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ക്യാൻഡിലായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഈ ഒരു രീതിയിലുള്ളൊരു ക്യാൻഡിൽ നിങ്ങൾക്ക് കിട്ടണം. ദെൻ ഈ ഒരു ക്യാൻഡിൽ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എങ്ങനെ റിജക്ഷൻ ബ്ലോക്ക് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു വിക്ക് നമ്മൾ റിജക്ഷൻ ബ്ലോക്കായിട്ട് എടുക്കും. അതായത് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടണം. ഓക്കെ, ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്ക് വരച്ച് കാണിച്ച് തരുവാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു സ്വിങ്ങിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഈ ഒരു റേഞ്ചിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിൽ കിട്ടും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ ഈ ഒരു റേഞ്ച് ഈ ഒരു വിക്ക്, അതായത് നിങ്ങൾക്ക് കാണാം ഈ താഴത്തെ വിക്ക് എത്രയുണ്ട് അല്ലെങ്കിൽ മുകളിലത്തെ വിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു വിക്ക് നമ്മളൊരു റിജക്ഷൻ ബ്ലോക്കായിട്ട് എടുക്കുന്നു, ദെൻ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്നു, ദെൻ മാർക്കറ്റ് താഴോട്ട് പോകുന്നു. ഇതാണൊരു റിജക്ഷൻ ബ്ലോക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ബിയറിഷ് റിജക്ഷൻ ബ്ലോക്കിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിലും റിജക്ഷൻ ബ്ലോക്ക് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ BMS അഥവാ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിലും നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് എടുക്കാറുണ്ട്. ഞാൻ ബുള്ളിഷിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ആദ്യം ബുള്ളിഷ് ആയിരുന്നു പറയേണ്ടത്. ഓക്കെ, കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് ഒരു മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റാണ്. ഓക്കെ, ഒരു ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റ് നിങ്ങളിങ്ങനെ വിചാരിക്കുക. ഓക്കെ, ഒരു ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നു. ഓക്കെ, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നു. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ആ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ റേഞ്ചിലുള്ള ഒരു ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് എടുത്തുകൊണ്ട് മാർക്കറ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലൊക്കെ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരിക. ഓക്കെ, കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞു തരുവാണ്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്തിയാലാണ് മാർക്കറ്റ് മുകളിലോട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരുന്നത്. ഓക്കെ, ദെൻ നമുക്കിവിടെ എങ്ങനെ ഒരു റിജക്ഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നമുക്ക് ഒരു റിജക്ഷൻ ബ്ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കിട്ടേണ്ട ഒരു ക്യാൻഡിലിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പം ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്കിൽ ഇങ്ങനെ ഇരിക്കണം ക്യാൻഡിൽ. ഓക്കെ, ഒരു ബുള്ളിഷ് റിജക്ഷൻ ബ്ലോക്കിൻ്റെ കാര്യത്തിലാണ് ഈ ക്യാൻഡിൽ ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ റിജക്ഷൻ ബ്ലോക്കായിട്ട് നീട്ടി വരയ്ക്കും. ഓക്കെ, ഇനി ബിയറിഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ക്യാൻഡിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഏകദേശം ഒരു ക്യാൻഡിലിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇങ്ങനെ ഇരിക്കുവാണെങ്കിലോ നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഏരിയ നമ്മൾ ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ട് എടുക്കും. ദെൻ മാർക്കറ്റ് വരുന്നു, ദെൻ മാർക്കറ്റ് സ്ലോ ആയിട്ട് വന്നു,
ആ ഒരു മിറ്റിഗേഷന് ഒന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ കയറി പോകണം. ഇതാണ് ഒരു റിജക്ഷൻ ബ്ലോക്കിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ. ദെൻ നമുക്ക് വേറെ എങ്ങനെ ഒരു റിജക്ഷൻ ബ്ലോക്ക് പിന്നെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ തന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു റിജക്ഷൻ ബ്ലോക്ക് കിട്ടില്ലെങ്കിൽ ദെൻ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലാതെ ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ, അതായത് ഈ ഒരു ഹയർ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടുമല്ലോ. ആ ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഈ ക്യാൻഡിൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിലായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു റിജക്ഷൻ ബ്ലോക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ റിജക്ഷൻ ബ്ലോക്ക് അവിടെ സെറ്റ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? അതായത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ആ ടേംസും കണ്ടീഷനും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്താണ് യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ വന്നു ഏകദേശം മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് മൂവ് ചെയ്യും. അതായത് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു സ്വഭാവമുള്ളൊരു ക്യാൻഡിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിലായിട്ട് കിട്ടണം. ഓക്കെ, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനും ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിലും എല്ലാം നമുക്ക് റിജക്ഷൻ ക്യാൻഡിൽസ്, അതായത് ഒരു റിജക്ഷൻ ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ക്യാൻഡിൽ, ഈ ഒരു സ്വഭാവമുള്ളൊരു ക്യാൻഡിലാണ് നമുക്കിവിടെ വേണ്ടത്. ദെൻ ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യും എന്നുള്ളൊരു ഒരു ഇതിൽ നമ്മൾ എത്തിയിരിക്കണം, ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിജക്ഷൻ ബ്ലോക്ക് ഉറപ്പായിട്ടും വർക്കാവുന്നതായിരിക്കും. അപ്പം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിലും അതുപോലെ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിലും എല്ലാം റിജക്ഷൻ ബ്ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻഡിൽ നോക്കുക, ട്രേഡ്സിൽ എൻട്രി ചെയ്യുക. അപ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ ചാർട്ടിൽ എങ്ങനെ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ, ചാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു റിജക്ഷൻ ബ്ലോക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇത് ഒരു USD JPYയുടെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു റിജക്ഷൻ ബ്ലോക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റേഞ്ചിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റും. ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ ഒരു വിക്കും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം മാർക്കറ്റ് ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്ത് ദെൻ ഈ ഒരു റേഞ്ചിലൊരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുന്നു, മാർക്കറ്റ് കയറി സ്ലോലി മിറ്റിഗേറ്റ് ചെയ്യുന്നു, ആ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യുന്നു, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നു. നമ്മളൊരു കറക്റ്റ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു റിജക്ഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്കർ ബ്ലോക്ക് വരയ്ക്കുവാണെങ്കിൽ ഓക്കെ, മാർക്കറ്റ് കറക്റ്റ് ആ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ഒരു സ്വല്പം പോലും താഴോട്ട് ഇറങ്ങാണ്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ക്ലിയറായിട്ട് പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്രേക്കർ ബ്ലോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ റിജക്ഷൻ ബ്ലോക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓർഡർ ബ്ലോക്ക് ആണെങ്കിലും എന്താണെങ്കിലും അത് കറക്റ്റായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും റിജക്ഷൻ ബ്ലോക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റേഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നമ്മൾ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോ റിജക്ഷൻ ബ്ലോക്കുകൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു. അതായത് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റ് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്യുന്നു. ദെൻ ടാപ്പ് ചെയ്ത മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ നമുക്കൊരു റിജക്ഷൻ ക്യാൻഡിൽ, അതായത് ഇതുപോലൊരു സ്വഭാവമുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ റിജക്ഷൻ ബ്ലോക്കായിട്ട് വരയ്ക്കുന്നു. ദെൻ മാർക്കറ്റ് സ്ലോലി വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നു, ടാപ്പ് ചെയ്യുന്നു, പോകുന്നു. ഇനി അതുമല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും? അതല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ, അതായത് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ആ ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ തന്ന് ദെൻ മാർക്കറ്റ് അവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് തരുവാണെങ്കിൽ അവിടെയും നമുക്ക് ഒരു റിജക്ഷൻ ബ്ലോക്ക്, ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ ഇട്ടുവാണെങ്കിൽ അവിടെയും നമുക്കൊരു റിജക്ഷൻ ബ്ലോക്ക് സെറ്റ് ചെയ്യാം. മാർക്കറ്റ് സ്ലോലി വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷം, ഒരു ക്യാൻഡിൽസ്റ്റിക് കൺഫർമേഷനൊക്കെ കിട്ടിയ ശേഷം നമുക്ക് ട്രേഡിൽ എൻട്രി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ദെൻ നമ്മൾ തിരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഓക്കെ, ബുള്ളിഷിൻ്റെ കാര്യം, അതുപോലെ തന്നെ ബിയറിഷിൻ്റെ കാര്യം. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ്.
ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറും ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കാര്യം ബുള്ളിഷിൻ്റെ കാര്യത്തിലും വരും. ഓക്കെ, ഈ ഒരു രീതി അതായത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത് ബിയറിഷ് റിജക്ഷൻ ബ്ലോക്കിനും വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ്സിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു വിക്ക് കൊണ്ട് എങ്ങനെ റിജക്ഷൻ ബ്ലോക്ക് സെറ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കുവാണെങ്കിൽ നല്ല എൻട്രീസ് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ മിറ്റിഗേഷൻ ബ്ലോക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്ക്, അതുപോലെ ഓർഡർ ബ്ലോക്ക്, റിജക്ഷൻ ബ്ലോക്ക് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് അത്രത്തോളം മാർക്കറ്റിൽ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഒരു ബലമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇവിടെ ചാർട്ട് പാറ്റേൺസ് പഠിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കുക. മാർക്കറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മാർക്കറ്റ് ഓരോ രീതിയിൽ ഇങ്ങനെ പോകുന്നതാണ് പറ്റും. നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യും, അവിടെ ആ ഒരു റേഞ്ചിലെത്തും, അവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ കയറാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് കയറാൻ ചാൻസ് ഉണ്ട്? ഓക്കെ, എന്തുകൊണ്ട് കയറാൻ ചാൻസ് ഉണ്ട്? അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മളൊരു മൈൻഡ്, ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മളെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു അപ്സൈഡിലോട്ട് ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ അപ്സൈഡിലോട്ട് വന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഒരു ബിഗിനർ ട്രേഡേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ഭയക്കും. മാർക്കറ്റിന് താഴോട്ട് ഇറങ്ങി വരും, സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരത്തില്ല. മാർക്കറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്ത് പമ്പ് ചെയ്ത് പോവും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു.